ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു ഇഡ്ഡലി കുട്ടകം എടുത്തിട്ട് അതിലേക്ക് ഒരു ബീറ്റ്റൂട്ടും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് ആവി കയറ്റി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങും നമ്മുടെ ബീറ്റ്റൂട്ടും ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇഡ്ഡലി കുട്ടകത്തിലും ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി കുട്ടകത്തിലല്ല കേട്ടോ ഇന്ന് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ സ്റ്റീമർ വെച്ച് കൊടുക്കാം. ഞാനിത് ഈ അടുത്ത സമയത്താണ് വാങ്ങിച്ചപ്പം അതിൽ പുഴുങ്ങിയെടുക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു ബീറ്റ്റൂട്ടും ഒരു ഉരുളക്കിഴങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി വേണമെങ്കിൽ കളയാം, ഞാൻ കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വെന്തതിന് ശേഷം കളഞ്ഞാലും മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇത് നമ്മുടെ ഇഡ്ഡലി കുട്ടകത്തിലാണെങ്കിലും 15 മിനിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി കുട്ടകത്തിൽ ചെയ്യുന്നവർ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് അവിടെ നിന്ന് വേവുമ്പോഴേക്ക് നമുക്ക് ചില ഐറ്റംസ് ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നവരെ നമുക്ക് നല്ല പോലെ ഒന്ന് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണം, ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ ആ പുറം ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം, അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട വെളുത്തുള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ. ഒരു പുറം ഭാഗമൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് വെക്കാം. വീണ്ടും അതേ എണ്ണയിലോട്ട് തന്നെ നമുക്കിനി എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എരിവിനുള്ള പാകമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അല്ലെങ്കിൽ വറ്റൽമുളകൊന്നും നല്ല പോലെ പൊടിഞ്ഞ് കിട്ടില്ല. നല്ല പോലെ കളറൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇതും ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ പാനിലോട്ട് തന്നെ ഒരു സവാളേൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അതും ചേർത്തിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരണം, അതുവരെയും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ദാണ്ട കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട നമ്മുടെ സവാളയൊക്കെ കളറൊക്കെ ഒന്ന് മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവം വരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ദാണ്ട നമ്മുടെ ഇവിടെ അടുപ്പത്ത് വെച്ച് വേവാൻ വെച്ചിരുന്ന സംഭവമൊക്കെ വെന്തിട്ടുണ്ട്. 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നല്ല ചൂടായിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു തവിയൊക്കെ എടുത്തിട്ടുണ്ട്. ദാണ്ട ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് ഈ അടുപ്പത്ത് നിന്ന് അങ്ങ് മാറ്റി വെക്കാം. ഇതിങ്ങനെ തന്നെ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അങ്ങ് തണുത്ത് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഈ അടുപ്പത്ത് നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഒരു പാത്രം ഒന്ന് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിവിടെ നേരത്തെ ആദ്യം ഫ്രൈ ആക്കി വെച്ച വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ച് നല്ല പോലെ ഒന്ന് ഞെരടി എടുക്കണം, നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. കുറച്ചധികം ബലം കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞെരടി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ സവാള ഉണ്ടല്ലോ, സവാളയും ഇവിടെ വേവിച്ച് വെച്ചേക്കുന്ന സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ വേവിച്ചെടുത്തേക്കുന്നത് ബീട്രൂട്ട് ഇല്ലേ, ആ ബീട്രൂട്ട് നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ആ ഒരു ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ഒന്ന് കൈ വെച്ചൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല പോലെ ഇത് വെന്ത് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വരില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് മാഷായി വരില്ല. അപ്പൊ നല്ല പോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൈവച്ച് ഇതുപോലെ ഒന്ന് ഞെരടി ഒന്ന് ഇതാക്കിയാൽ മതി, പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെയും ഇതിലേക്ക് ഒന്നിലും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. കൈ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ കൈയൊക്കെ നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ല പോലെ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല പോലെ കുഴച്ചെടുക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒരു ഉരുളയാക്കി എടുക്കാം. ഇതുപോലൊന്ന് ഉരുളയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു നല്ലൊരു ബീറ്റ്റൂട്ട് പൊട്ടറ്റോ ഭർത്തയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതാണ് ഞാൻ ആ ഒരു കണക്ക് വെച്ചിട്ട് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒട്ടും വെയിറ്റ് ചെയ്യാതെ നല്ല അടിപൊളി ചൂട് ചോറിൻ്റെ കൂടെ വെച്ചങ്ങോട്ട് കഴിച്ചാലോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.